ഹായ് ഹലോ. വിഷു കഴിഞ്ഞിട്ട് നമ്മൾ ഓഫർ പ്രൈസ് ഇപ്പോഴും തുറന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ സെറ്റ് മുണ്ട് സെറ്റ് സാരീസിൻ്റെ കളക്ഷൻസ് ഇതുവരെ തീർന്നിട്ടില്ല. ഒരുപാട് കളക്ഷൻസ് ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സെറ്റ് സാരി സെറ്റ് മുണ്ട് ഒരുപാട് വന്നിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്, നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല റേറ്റ് കുറവിലാണ് എല്ലാ സാരീസും സെറ്റ് മുണ്ട് സെറ്റ് സാരീസൊക്കെ കൊടുത്ത്. ഇതിൻ്റെ റേറ്റ് ഓരോന്നിനും ഓരോ റേറ്റാണ്. അതിന് ഞാൻ ഇതിനകത്ത് റേറ്റ് പറയുന്നില്ല. ഇറക്കയിൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇതിൽ നിന്നും സ്ക്രീൻഷോട്ട് എടുക്കുക, എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് തരാം. ഒരുപാട് സെറ്റ് മുണ്ടും സെറ്റ് കളക്ഷൻസൊക്കെ ഇപ്പോഴും തുറന്നുകൊണ്ട് ഇപ്പോഴും ആൾക്കാരെ തിരക്ക് കൊണ്ട് ഇങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓഫർ പ്രൈസ് ആയിട്ട് ഇപ്പോഴും കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നല്ല സാരീസ്, കുത്താമ്പള്ളിയുടെ നല്ല സെറ്റ് മുണ്ടും സെറ്റ് സാരീസും, റേറ്റ് വളരെ കുറവുള്ള സാരീസും സെറ്റ് മുണ്ടും ഒക്കെയാണ്. ഇത് സെറ്റ് മുണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. സെറ്റ് സാരീസിൻ്റെയും കൊടുത്തിട്ടുണ്ട്. കണ്ടു നോക്ക്, വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും ഒന്ന് കാണുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊക്കെ അജ്രക്കിൻ്റെ ടിഷ്യൂ മോഡൽ വരുന്ന സാരീസും ബ്ലൗസുമാണ്. അതിൻ്റെ കളർ ചേഞ്ച് കൊടുത്തിരിക്കുന്നുണ്ട്. ഇത് റെഡ് കളർ, ഇതിൻ്റെ കളർ ചേഞ്ച് കൊടുത്തിരിക്കുന്നുണ്ട്. ടിഷ്യൂ മോഡൽ വരുന്നത്. ഇതിൻ്റെ കോട്ടൺ സാരി, കോട്ടൻ്റെ എന്ന് പറയുക അജ്രക്കിൻ്റെ സാരിയും ബ്ലൗസും ഉണ്ടായിരുന്നു. അതിന് 850 രൂപ മറ്റോ റേറ്റ് വരുന്നുണ്ട്. അതിനെക്കാട്ടും കൂടുതൽ റേറ്റിൻ്റെ ടിഷ്യൂ മോഡലാണ് വരുന്നത്. അതുകൊണ്ടാണ് എല്ലാത്തിൻ്റെ റേറ്റ് ഇതിനകത്ത് പറയാത്തത്. അതുകൊണ്ടാണ് ഓരോന്നിനും ഓരോ റേറ്റാണ്. അത് നിങ്ങൾക്ക് ഏതാണ് വേണമെന്ന് ചൂസ് ചെയ്താൽ മതി. ഇത് അജ്രക്കിൻ്റെ വരുന്നതന്നെ ടിഷ്യൂ മോഡൽ ഒരുപാട് കളേഴ്സ് കൊടുത്തിരിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക. കണ്ടു നോക്കൂ, ഇതെന്നെ കളർ ചേഞ്ച് ചെയ്താൽ റെഡ് വരുന്നുണ്ട്. നല്ല ഇതിന് ബ്ലൗസ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു സാരിയുടെ കൂടെ തന്നെ അജ്രക്കിൻ്റെ തന്നെ കസവായിട്ട് കൊടുത്തിരിക്കുന്നത്. അതാണ് എൻ്റെ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് വന്നിട്ടുള്ളത്. ഇന്ന് വന്ന പുതിയ മോഡലാണ്. ത്രെഡ് വർക്ക് വരുന്ന ടിഷ്യൂ മോഡൽ വരുന്ന സാരീസാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1400 രൂപയാണ്. നല്ല സാരീസ്. ഇതിപ്പോൾ പുതിയ ഇന്നലെ വന്നൊരു ഓർഡറാണ് ഇത് കേട്ടോ. ഓർഡറല്ല, സോറി, ഇന്നലെ വന്നൊരു പുതിയ കളക്ഷൻസാണ്. വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കൂ. ഇതൊക്കെ റേറ്റ് കുറഞ്ഞ സെറ്റ് മുണ്ടാണ്. നല്ല റേറ്റാണ്. ഇപ്പോൾ തിരുവാതിരക്കളിക്കും കൈകൊട്ടിക്കളിക്കൊക്കെ ഒരുപാട് ആൾക്കാർ എടുത്തിട്ടുണ്ട്. അവർക്കറിയാം ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്നുള്ളത്. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. സെറ്റ് മുണ്ടിന് പല വെറൈറ്റി കളേഴ്സ് കൊടുക്കുന്നത്. നല്ല റേറ്റ് കുറവാണ്. സാധാരണ ഉള്ളതിനെക്കാട്ടും റേറ്റ് കുറവില്ല ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏത് കളർ വേണമെന്ന് പറഞ്ഞാൽ മതി. ഇതിനകത്തുണ്ട് ഒട്ടനവധി കളർ ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഇതൊക്കെ ഒരുപാട് ചേച്ചിമാർ വാങ്ങിയതാണ്. ചെറുപയർ വെച്ചിട്ട് കളറ്. നല്ല പിങ്ക് കളർ വന്നിട്ടുണ്ട്. നല്ല ഡാർക്ക് ഗ്രീൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാർക്ക് ബ്ലൂ വന്നിട്ടുണ്ട്. ഇതൊക്കെ സെറ്റ് മുണ്ടാണ്. ഇത് നല്ല മെറൂണാണ്. 280 260 അതിൻ്റെ മീറ്റർ വരുന്നത്. 280 അയക്കുന്നത് കുറച്ചും കൂടി തടിയും വണ്ണമൊക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും. 280 260 സാധാരണ നോർമൽ ഗതിയിലുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ്. അതിൻ്റെ വയലറ്റ്. ഇതൊക്കെ തിരുവാതിര ടീം ഒരുപാട് വാങ്ങിയിട്ടുണ്ട്. വാങ്ങുന്ന ആൾക്കാർ ഇതിൻ്റെ അകത്ത് വീഡിയോ കാണുമ്പോൾ അവർക്ക് അറിയാമായിരിക്കും. ഇതൊക്കെ പുതിയ കളക്ഷൻസ് ഒത്തിരി ഇപ്പോൾ വന്നിട്ടുണ്ട്. നല്ല നല്ല കളേഴ്സ്. അടുത്ത വരുന്ന വയലറ്റ് കളർ വന്നിട്ടുണ്ട്. നല്ല ഡാർക്ക് ഗ്രീൻ വന്നിട്ടുണ്ട്. റോസ് വന്നിട്ടുണ്ട്. അതിൻ്റെ നല്ല റെഡ് വന്നിട്ടുണ്ട്. നല്ല ലൈറ്റ് വയലറ്റ് വന്നിട്ടുണ്ട്. നല്ല ഗ്രീൻ വന്നിട്ടുണ്ട്. സെറ്റ് കൊണ്ട് ഒരുപാട് കളക്ഷൻസ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നുണ്ട്. ഓരോന്നോരോ കളർ നിങ്ങൾ കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാണ് ഇഷ്ടമാവുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, ഒന്ന് അയച്ചെന്നാൽ മതി. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ വീഡിയോസ് ഫോട്ടോസ് എല്ലാം ഞങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾക്ക് അതിൻ്റെ സെലക്ട് ചെയ്താൽ മതി കേട്ടോ. സെറ്റ് മുണ്ടാണ് സെറ്റ് സാരി ഏതാ വേണ്ടത് എന്നോടൊന്ന് പറഞ്ഞാൽ മതി. ഞാനത് ഫോട്ടോസ് നിങ്ങൾക്ക് അയച്ചു തരും. എല്ലാവർക്കും പേഴ്സണലായിട്ട് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ അവിടത്തേക്ക് അയച്ചു തരുന്നതായിരിക്കും. വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായി കണ്ടു നോക്കൂ.
തൊണ്ടവേദന മാറുന്നേ ഇല്ല. പിന്നെ തൊണ്ടക്കുന്നൊരു ചോരയുണ്ട്. പിന്നെ പേടിയായി ക്യാൻസർ അങ്ങനത്തെ പോയത്. എന്നിട്ട് ഞാൻ തണുത്ത വെള്ളം പാടെ ഒഴിവാക്കി. അതിന് ശേഷം അത് നിന്നു. എനിക്ക് പേടിയായി പോയി. ഞാൻ വിജയനോട് പറഞ്ഞത് അല്ലെങ്കിലേ പേടിയാണ്. ഇനി അതിന്റെ കൂടെ രോഗം കൂടി വന്നിട്ടുണ്ട്. കുട്ടയിലുമായിട്ടുണ്ടല്ലോ അവിടുന്ന് ചായപ്പൊടി ഒരു കടി വേണം. നമുക്ക് വട വാങ്ങിയോ ഓരോ ടൈം വേണം. ചായ ഇപ്പൊ ഞാൻ ഇവിടെ വേണമെന്ന് പറഞ്ഞിട്ട് കുടിച്ചല്ലേ ഞാൻ ഇറങ്ങുന്നത്. ഞാൻ ഇന്ന് മരുന്ന് വാങ്ങാൻ ഇവിടെ വന്നിനി. ഞാൻ ഒന്ന് കണ്ട് ആള് തിരക്കാണ്. ആശുപത്രിയിൽ പിന്നെയാണ് ചോറ് പറിച്ചിട്ട് വളർത്തുന്നത്. നമ്മളോട് പറഞ്ഞു ലേറ്റ് ആവും. പിന്നെ കഴിഞ്ഞിട്ട് തന്നെയല്ലേ ആദ്യം ഉണ്ടായിരുന്നു. ഇവിടെ അതേപോലെ തന്നെ ചെറുതിലേ കുറച്ചൊരു വലുതായ അവന് ആ പ്രായത്തിലൊന്നും ആയിരിക്കും. ഒരു പ്ലസ് ടു എല്ലാം കഴിഞ്ഞാല് ചെറിയ മാറ്റം വരും. ആ ഒരു അവൻ ഇവിടെയും ഞാൻ വിചാരിക്കുന്നത് കുറച്ച് വലുതാവുന്ന ഇവളെല്ലാം തടിക്കും. മാറ്റം വരും. ആമ്പിള്ളേർ അങ്ങനെ തന്നെയാണ്. നമ്മളൊക്കെ ഉള്ള മറ്റോരോ പിള്ളേരെല്ലാം പിന്നെ കണ്ടാൽ മനസ്സിലായില്ല. ഇനിയോട് തന്നെയാണ് ഒന്നുമില്ലേ നല്ല നന്ദു ഓളെ മറ്റേ കോഴ്സ് എന്തായി? കോഴ്സ് എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഞാൻ മംഗളാപുരം തന്നെ കർണാടക എൻട്രൻസ് ഉണ്ട്. പണിയുണ്ടാവും. അങ്ങോട്ട് തന്നെ നോക്കുന്നത്. കേരളത്തിൽ 90 മാത്രം മാർക്കൊന്നും നോക്കുകയാണ്. 95 തലശ്ശേരിയല്ലോ ഹോസ്പിറ്റലാണ്. ലാംഗ്വേജ് സെറ്റ് ആകുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ആക്കണം. നമ്മൾ നാടിന് മലയാളിയെ പറയുള്ളൂ. പിന്നെ ഇപ്പം എല്ലാവരും പഠിക്കുന്നത് പുറത്തന്നെയാണ്. മംഗളൂരിൽ പഠിച്ചു ബാംഗ്ലൂർ പഠിച്ചു. ഇംഗ്ലീഷൊക്കെ കൂടുതൽ നമ്മള് അറിയില്ല. ഇന്ന് മറ്റേ ഇവരോട് എന്തെങ്കിലും ഓള് വിളിക്കലിന്ന് ചോദിച്ചു. അന്നേരം ഓളിപ്പോ നമ്മളൊന്നും അറിയില്ല. നമ്മള് വിളിക്കുന്നുണ്ടോന്ന് വെച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിൽ പോയാലൊന്നും നോക്കൂല. ജോലി ചെയ്തിട്ടാണല്ലോ പിന്നെയും ലാംഗ്വേജ് ലാംഗ്വേജ് പഠിച്ച് പാസ്സാണ് കാർഡ് എത്തിയിട്ട് പാസ്സാവേക്കും. അത് എന്നാലും മാത്രമേ നമുക്ക് വേറെ കാര്യം കമ്പ്യൂട്ടർ അവരെ കാര്യം നമ്മളൊരു വളരെ ഡിഫറൻസ് ആവുള്ളൂ. അതെല്ലാം അറിയണം. അതിന് അതിനെപ്പറ്റി ഒന്ന് നോക്കി ഇതേ നോക്കാണ്ട് വിട്ടിട്ടാകുമ്പോൾ പിന്നെ ഒന്ന് പറയുന്നൊന്നുമില്ല. പിന്നെ നമ്മളും ചോദിക്കേണ്ട. ഞാനൊന്നും ചോദിച്ചില്ല. ഒരു വിഷമം അത്ര പൈസയിൽ ഒരു വലിയ വിഷമം ചോദിച്ചിട്ടില്ല. അത് അറിയാന്ന് പറഞ്ഞാൽ എന്തായാലും വിഷമം ഉണ്ടാവില്ലേ? കൂടെയൊന്നും വീടെല്ലാം അടിപൊളി വീട് തന്നെ. ഇപ്പത്തെ എല്ലാരും കൂടി ഇപ്പൊ തന്നെയല്ലേ 2 നില വീട് കേട്ടില്ല. ആർപ്പാടാക്കി പൈസ വാങ്ങേണ്ട ആവശ്യമല്ലേ? അത് തന്നിത്രായി പോയില്ലേ? അവരുടെ കല്യാണം ഒന്നും നമ്മുടെ അടുത്തൊന്നും പറഞ്ഞാൽ എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല. കല്യാണം അല്ലല്ലോ വീടുകളിപ്പോ ഞാൻ പോയിരുന്നു. അതെ ദീപാണ്ട് ഇങ്ങനെ പിന്നീടത്തും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടില്ല. ഞാൻ ഓളന്ന് കേൾക്കുന്നുണ്ട്. നിങ്ങൾ കല്യാണത്തിന് നമ്മൾ ആദ്യമായിട്ടല്ലേ ആ ഭാഗം കാണുന്നത്. ഞാനും തന്നെ എമ്മയൊന്നും കളിക്കില്ലല്ല. അപ്പൊ നിന്റെ വീടാകുന്ന ബാക്കിൽ തന്നെ ചേച്ചി പറയുന്നുണ്ട്. നിങ്ങൾ കല്യാണത്തിന് വന്നിട്ട് നമ്മള് കല്യാണത്തിന് വന്നിട്ട് ഇതായിട്ടാണ് ഒന്നാന്ന് അറിയില്ല. കല്യാണം നമ്മള് ഞാൻ തന്നെ മാറത്തോട്ടില്ല. എന്നിട്ട് പിന്നീട് കാറിലാണ് നമ്മൾ പോയത്. അവിടെ നല്ല ഓർമ്മയൊക്കെ ഉണ്ടായിരുന്നു. വിജേഷിന്റെ കാര്യം ഉണ്ടായിനാ? വിജേഷാന്റെ ഭാര്യ ഉണ്ട്. ഇവരുമായിട്ട് അത്ര ഇതില്ലാന്ന് തോന്നുന്നു. അതിൻ്റെ ഇതാണ് ഒന്നിലും ആണ് ഓള് വർത്താനം പറഞ്ഞേ. അവരുമായിട്ടൊരു ഇത് കുറവ് പോലെ തോന്നി. എന്ന് വെച്ചാൽ വേറെ തന്നെ ഒരു നമുക്ക് തോന്നില്ല. ഇത് തോന്നിയില്ല. അതൊക്കെ അവർ കളിച്ചാലും നടന്നു മതിയില്ലാണ് അല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് MBA പോയി വീട്ടിൽ പഠിച്ച്
അന്ന് വീഡിയോ കോൾ